മെയിൻ ഡോർ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ഡോർ ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ വീടിന്റെ ഹോം ടൂർ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. വീട് നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ കുഞ്ഞു മുറ്റമാണ്. ആ മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിന്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് അതിൽ ഈ ചെടി വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ിലേക്ക് കയറി വരുമ്പോൾ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ബെഞ്ചാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. ഷൂറാക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഓപ്പണിംഗ്. ഇത് പുഷ് ബാക്ക് ആയതുകൊണ്ട് മാഗ്നറ്റിക്കിന്റെ ആയതുകൊണ്ടാണ് ഹാൻഡിൽ കാണാത്തത്. ഡോറാണത്. മെയിൻ ഡോർ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ഡോർ ആണ്. നമുക്ക് അകത്തേക്ക് പോവാം. ഇങ്ങനെ മദർ ആൻഡ് സൺ എന്നുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ 4 സീറ്ററിന്റെ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർണർ സെറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് TV യൂണിറ്റ്. പിന്നെ നമ്മുടെ ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ വലിയ വാൾ ഉണ്ടല്ലോ, ആ വാളിൽ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെന്ററിൽ കാണുന്ന ബ്ലാക്ക് കളർ നമ്മൾ ബുദ്ധ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. മേലെ ജിപ്സം ചെയ്തിട്ടുണ്ട്, ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിൽ വെനീറാണ് കേട്ടോ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ലിവിങ്ങിന്റെ ആ ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 പോർഷനിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, LED കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് നേരെ കാണുന്നത് നമ്മുടെ പൂജാ റൂമാണ്. പൂജാ റൂമിൽ ഇങ്ങനെ കുറച്ച് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. വിളക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ വിഷുക്കണിക്ക് മേടിച്ചാട്ടോ. ഇപ്രാവശ്യം ഞങ്ങളുടെ ഹൗസ് വാമിങ് മാർച്ചിലായിരുന്നു. ഏപ്രിൽ ഫസ്റ്റ് വിഷു ആയിരുന്നു ഇത്. പൂജാ റൂമിൽ ഇങ്ങനെ കുറച്ച് തട്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൂമിന്റെ ഇതിലേക്കുള്ള ഫോയറിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കിൽ നമ്മൾ ഡയമണ്ട് ഷേപ്പും ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് LED കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ. ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ നിന്ന് കാണാൻ പറ്റും സ്റ്റെയർ ഏരിയ. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. 3 ചെയറും ഒരു ബെഞ്ചും. നമ്മൾ ഈ ടേബിൾ പുതിയതല്ല കേട്ടോ, ഇത് പഴയ തന്നെയാണ് ടേബിള്. ബെഞ്ചും ചെയറും മാത്രമേ പുതിയതായിട്ട് മാറ്റിയിട്ടുള്ളൂ. ഡൈനിങ് ടേബിളിന്റെ മേലെ ഇങ്ങനെ ഒരു പോട്ട് കൊടുത്തിട്ടുണ്ട്. വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോക്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ആട്ടോ. ഈ ആർട്ടിഫിഷ്യൽ തെർമോക്കോൾ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് അതിന്റെ മേലെ കുത്തി വെച്ചിരിക്കുക. പിന്നെ വൈറ്റ് സ്റ്റോണൊക്കെ ഇട്ട് നിറച്ച് വെച്ചിരിക്കുക എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ടവൽ ഹോൾഡർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മജന്ത കളറ് ഏട്ടന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ചെയ്തതാട്ടോ. എനിക്ക് വാമാണ് ഇഷ്ടമായത്. പക്ഷെ മജന്ത ആണ് ഏട്ടന് ഇഷ്ടപ്പെട്ട് അത് ചെയ്ത. പക്ഷെ ചെയ്ത് വന്നപ്പോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതില് ഫാന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ആർക്കി ഡ്രൈവില് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അതിൽ തന്നെ 2 ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 2 ബാർ ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ മീഷോന്ന് മേടിച്ചാട്ടോ. മേടിച്ചതാ. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതിൽ വേറെ ഒന്നും കിട്ടുന്നില്ല. ഇതിന് സ്യൂട്ടായിട്ട് ഒരു ഫ്ലവറും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ വെച്ചതാ. ആ ഫ്ലവർ മീഷോന്ന് മേടിച്ചാ. ഇത് സോസ് കുപ്പിയിൽ ഞാൻ ഗ്ലിറ്റർ ഇട്ടിട്ട് ആക്കിയതാണ്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ബർണറിന്റെ നമ്മൾ ഒരു സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ 2 ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതില് ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ, ക്ലോസ്ഡ് ആയിട്ടുള്ള കബോർഡേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഷുഗർ ടീ പോട്ട് വെക്കാൻ ഞാൻ ഇവിടെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, മണി പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു GTPT ആണ്, GTPT കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഓവൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോൾ യൂണിറ്റ് പോലെ ഒരു ഓവൻ യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഓവനും ഉണ്ട്. നമ്മളതിൽ ഓവനിൽ ഒന്നും ചെയ്യാറില്ല, ബേക്ക് ചെയ്യാറ് പോലും ഇല്ല. മുമ്പൊക്കെ ഞാൻ ബേക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോ തീരെ ബേക്ക് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ വേറെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡ്സ് നമ്മൾ ഈ എന്താണ് ടൈലിന്റെ കളറാട്ടോ ഏകദേശം ബ്ലൈൻഡ്സ് ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രേ കളർ തന്നെ, ഗ്രേ ടൈൽ ആയതുകൊണ്ടാണ് എല്ലാ ഗ്രേ കളർ തന്നെ കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ്സും റോമൻ ബ്ലൈൻഡ്സും ഒക്കെ ഗ്രേ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് ഇവിടെയാണ് നമ്മുടെ പാഷ്യോ. നമുക്ക് പാഷ്യോയിലേക്ക് ഇറങ്ങുമ്പോൾ സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. UPVCയുടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഷ്യോയില് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ചെയർ, പിന്നെ ടീപ്പോയി ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. പാഷ്യോ ആണ് ഞങ്ങളെ ഈ വീടിന്റെ ഹൈലൈറ്റ് കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ, രാവിലെ ആ തണുപ്പും എല്ലാം കൂടെ നല്ലതാ ഇവിടെ ഇരിക്കാന്. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സ്ക്വയർ പൈപ്പ് ഇട്ടിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. ഇതിന്റെ ഉള്ളിൽ കടക്കാവാത്ത രൂപത്തിൽ ഞങ്ങൾ സെക്യൂർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മേലെ റൂഫില് പാഷ്യോന്റെ മേലെ നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് അതിന്റെ മേലെ ടഫൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പൂജാ റൂമിന്റെ അതിലൂടെയാണ് മക്കളുടെ റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ മക്കളുടെ റൂമിൽ 2 സൈഡും സിംഗിൾ ബെഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സൈഡ് ടേബിൾ പോലെ ലോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൂമിൽ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ, ഇത്രയും ലോങ് ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ബുക്ക് വെക്കാനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കളുടെ റൂമിൽ തന്നെ ഡ്രസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൽ വാർഡ്രോബില്ല, ഏത് റൂമിലും വാർഡ്രോബില്ല, ഒരു റൂമിൽ മാത്രമേ വാർഡ്രോബ് ഉള്ളൂ. നമ്മൾ ഇനി നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഇങ്ങനെ പോയി ലിവിംഗ് ഹാളിൽ നിന്ന് ഇങ്ങനെ തന്നെയാട്ടോ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ആദ്യം എൻട്രി വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ലിവിംഗ് ഹാളിൽ നിന്ന്. അപ്പോൾ ബെഡ് ഇങ്ങനെയാണ്, കോട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ്, 3 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 ഡോർ വാർഡ്രോബ് കൊടുത്തിട്ട് പിന്നെ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏട്ടന് ഓഫീസ് യൂസിന് എഴുതാനും ലാപ്പൊക്കെ വെക്കാനുള്ള ടേബിൾ. ഇവിടെ വാളിൽ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയാണ് ഡ്രസ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ് ഏരിയയിൽ ഒരു സിംഗിൾ ഡോർ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിററിന്റെ ഇവിടെ ഉള്ള തട്ടുതട്ടായിട്ട് ഇത് വെക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണുള്ളത്. നമ്മൾ സ്റ്റെയർ ഏരിയ, ലിവിംഗിൽ നിന്ന് നോക്കിയാൽ തന്നെ സ്റ്റെയർ ഏരിയ കാണാൻ പറ്റും. നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് ഇൻഡസ്ട്രിയൽ വർക്ക് അല്ല കേട്ടോ, അത് കോൺക്രീറ്റ് തന്നെയാണ്. അതിന്റെ മേലെ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് കോൺക്രീറ്റ് ചെയ്ത സ്റ്റെയർ തന്നെയാണ്. പിന്നെ ഇതിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പിൽ ആണ്, ഇൻഡസ്ട്രിയൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേലെ മഹാഗണി വുഡ് വെച്ചിട്ട് ഹാൻഡ് റെയിൽസിന്റെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റെയറിന്ന് കയറി ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ലാൻഡിങ്ങിലായിട്ട് നമ്മൾ ഒരു ലോട്ടസിന്റെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുണ്ട്. സ്റ്റെയർ ഏരിയന്റെ ലോങ് വാൾ ചെയ്തിരിക്കുന്നത് ലിക്വിഡ് വാൾപേപ്പറിലാണ്. ലാവൻഡർ ആൻഡ് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. സെന്ററിലായിട്ട് നമ്മൾ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ മേലെ സ്റ്റെയർ ഏരിയയിലേക്ക് വെളിച്ചം വരാനായിട്ട് നമ്മൾ മേലെ ജാളി, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ജാളി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന്റെ മേലെ ടഫൻ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നല്ല പകലെല്ലാം നല്ല വെളിച്ചം ഉള്ളിലേക്ക് വരും. നമ്മൾ സ്റ്റെയർ കയറി ആദ്യം വരുന്നത് മേലത്തെ നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്കാണ് വരുന്നത്. ലിവിംഗ് ഏരിയയിൽ 4 സീറ്ററിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ലിവിംഗ് ഏരിയ ആണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. 65 ഇഞ്ചിന്റെ TV ആണ്. അതിന്റെ താഴെയായിട്ട് TV സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലോക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മള് ഇത് മേലത്തെ ലിവിംഗ് ഏരിയയിൽ നിന്ന് താഴത്തെ ലിവിംഗ് ഏരിയയിലേക്ക് സീൻ പിലോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സെറ്റ് ഇടേണ്ട ഒരു കാര്യം കൊണ്ട് നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ വർക്കാണ്, ഇത് മരമല്ല. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് അതിൽ മരത്തിന്റെ ഒരു ഇത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു സ്റ്റഡി ഏരിയ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കബോർഡ്സ് ഒക്കെ ഉണ്ട് ഇതില്. ഇങ്ങനെ 3 ഷെൽഫൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്.
മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണിത്. ലിവിംഗിന്ന് നമ്മൾ ചെറിയൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ഡോറ് നമ്മൾ UPVC ഗ്ലാസ് ഡോറാ കൊടുത്തിരിക്കുന്നത്. UPVCന്റെ അവിടെ ഒരു സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ട് നമ്മൾ സെക്യൂർഡ് ആക്കിയിട്ടുണ്ട്. അത് ആക്കാൻ കാരണം കുരങ്ങന്മാരുടെ ശല്യം മാത്രമാണ്. ഇവിടുന്ന് പാച്ച കാണാം. നമ്മള് ലിവിംഗ് റൂമെന്ന് ആ റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നു. ഒരു ബ്രിഡ്ജ് പോലെ കൊടുത്തിട്ടാണ് നമുക്ക് ആ റൂമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ബ്രിഡ്ജ് പോലെ കൊടുത്തിട്ട് അതിന്റെ ഇപ്പുറത്ത് ഹാൻഡ് റൈൽസ് കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രി വർക്കാണ്. ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ലിവിംഗ് റൂം കാണാൻ പറ്റും. അവിടെ മക്കൾ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ ഒരു അയണിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ്. മക്കളിപ്പോ ഇതിനെക്കാട്ട് വലുതായിട്ടോ. മോൻ 5ലും മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഗസ്റ്റ് ബെഡ്റൂം ആണിത്. ഗസ്റ്റ് ബെഡ്റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു ഫുൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും. അപ്പോൾ സ്റ്റീൽ ഡോറിലേക്ക് മഴ പെയ്യുമ്പോൾ ചാറ്റൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് മുഴുവനായിട്ടും കൊടുത്തത്. പിന്നെ ഹാൻഡ് റൈൽസ് കൊടുത്തിരിക്കുന്ന അലുമിനിയത്തിൻ്റെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂറ്. താങ്ക്സ് ഫോർ വാച്ചിങ്.